ഈ പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ തീയില്ലാതെ വരുമ്പോൾ അയലോക്കത്ത് നിന്ന് പോയിട്ട് നമ്മൾ തീ മേടിക്കാറുണ്ട്. അന്ന് തീപ്പെട്ടിയും ലൈറ്ററും ഒന്നും അത്ര സർവ്വസാധാരണമല്ല. ഇന്നിപ്പോൾ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുക. അതിന്റെ അർത്ഥം നമ്മുടെ അടുത്ത് തീയില്ലാന്ന് അല്ലേ? ആ തീ പിടിപ്പിക്കാനായിട്ടുള്ള തീപ്പെട്ടി ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള ലൈറ്റർ ഇല്ലെന്ന എന്ന് പറഞ്ഞാൽ നമ്മളിവിടെയുള്ള ലക്ഷക്കണക്കിന് അധ്യാപകരുടെ തലയിൽ ഒന്നുമില്ല, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഒന്നുമില്ല. നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സാധനം പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് തരും, അത് നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തേക്കുക. ഇത്രയും നിരുത്തരവാദപരമായ ഒരു ഏർപ്പാട് വേറെ ഒരു സ്ഥലത്തും സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയും നല്ല തലച്ചോറുള്ള അധ്യാപകർ ഇവിടെ ഇപ്പോൾ വലിയ സംഭവങ്ങളൊക്കെ ഓരോ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തെ കുട്ടികളുടെ ആത്മഹത്യ. അപ്പോൾ കുട്ടികളെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. ഒന്ന് പറയും രണ്ടാമത്തേന് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്ന് പറയും രണ്ടാമത്തേന് ആത്മഹത്യ ചെയ്യത്തക്ക വിധമുള്ള സാഹചര്യങ്ങൾ വീട്ടിലും സ്കൂളിലും പോകുന്ന പരിസരത്തും എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ഇരുന്നുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ വേറൊരു രാജ്യത്തെ വിദ്യാഭ്യാസം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുക, അല്ലെങ്കിൽ വേറെ പുതിയ കുറേ പാഠ്യപദ്ധതികൾ ഉണ്ടാക്കി വയ്ക്കുക. ഇതൊന്നും അല്ല പരിഹാരം. ശരിക്കും വിശകലനം ചെയ്യണം. നമ്മളിപ്പോൾ ഒരു മുറ്റം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണ്ടൊരു പറച്ചിലുണ്ട്, അടിക്കുമ്പോൾ നുള്ളണം. മുറ്റം അടിക്കുമ്പോൾ നുള്ളണം എന്ന് പറഞ്ഞാൽ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കളകൾ എന്തെങ്കിലും കണ്ടാൽ അത് പറിച്ച് കളയണം. അപ്പോൾ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ അത് നമ്മൾ വിശകലനം ചെയ്യണം. ഇത് നാളെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നാളെ അത് വലുതാവും, അത് പ്രശ്നമാകും, ഇപ്പോഴേ അങ്ങ് പറിച്ച് കളയാം. ഇങ്ങനെ ഇവിടെ ലഹരിമരുന്ന് ഇത്രയും കിടന്ന് കത്തി കാളിയുന്ന ഈ സമയത്ത് പോലും അതിനൊരു പരിഹാരം കാണാൻ നമ്മൾ നോക്കിയിട്ടില്ല. എന്തുകൊണ്ട് ഈ കുഞ്ഞു മനസ്സുകൾ ഇത്രയും സംഘർഷം അനുഭവിക്കുന്നു? 3-ാമത്തെ വയസ്സിൽ തുടങ്ങുകയാണ് സംഘർഷം. അവരുടെ ശരീരം ഇളക്കി മറിച്ച് അവരുടെ ശരീരത്തിൻ്റെ മാംസപേശികളെല്ലാം ബലപ്പെടുത്തണ്ട ആ കുഞ്ഞു പ്രായത്തിൽ ഇവരെ കൊണ്ട് അങ്കനവാടി ബാലവാടി ഇവിടെ കൊണ്ടിട്ട് വാടിക്കുക. ഇങ്ങനെ വാടിച്ചിട്ട് ആ കുട്ടികളെ ദുർബലരാക്കി വളർത്തി അവരുടെ മനസ്സിനകത്ത് ഭയങ്കരമായ സംഘർഷങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ആ ഇട്ട് കൊടുക്കുന്ന സംഘർഷത്തിൻ്റെ പുറത്ത് നമ്മൾ പറയുന്നത്, നീ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എൻ്റെ മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടും എന്ന് പറഞ്ഞാൽ, ആ ജോലി എന്ന് പറഞ്ഞാൽ ആ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ആൾക്ക് തന്നെ മനസ്സിലാവും ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ബുദ്ധിയുള്ള കുട്ടികളല്ലേ, ഇന്നത്തെ കാലത്തെ കുട്ടികൾ നല്ല ബുദ്ധിയുള്ളവരാണ്. അവർക്കറിയാം ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. കിട്ടും 1-2 പേർക്ക്. ലോട്ടറി എടുക്കുമ്പം ഒരാൾക്കല്ലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ 2-3 പേർക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പക്ഷേ ബാക്കിയുള്ളവർ മുഴുവൻ നിരാശയിലാകും. ആശയും നിരാശയും. ഈ ആശ ഉണ്ടാക്കി കൊടുക്കുന്നിടത്താണ് ഈ നിരാശ വരുന്നത്. നിരാശ വന്നാൽ എന്താ ചെയ്യുക? ഒന്നീ കഞ്ചാവ് അടിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് അടിമയാകും. ഒന്നും പറ്റിയില്ല, ആത്മഹത്യ ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ വഴിമരുന്ന് ഇട്ട് കൊടുക്കുകയല്ല വേണ്ടത്. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാനുള്ള തലച്ചോറ് നമ്മുടെ നാട്ടിലുണ്ട്, ശരിക്കും ഉണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ലാത്ത കുറേ പേര് അതിൻ്റെയൊക്കെ മേളിൽ ഇങ്ങനെ അടയിരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. അവർക്ക് ലക്ഷ്യമുണ്ട്. മണ്ടന്മാരുടെ ഒരു സമൂഹം ഉണ്ടാവുകയാണെങ്കിൽ അതെ നയിച്ചുകൊണ്ട് പോകാൻ എളുപ്പമാണ്. അതാണ്. അതുകൊണ്ട് ഇത് വളരെ ബോധപൂർവം ചെയ്യുന്നതാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പലരും ബദൽ അതെല്ലാം ശരിയാണെന്നല്ല പറയുന്നത്. ബദൽ വിദ്യാഭ്യാസം അല്ല വേണ്ടത്. ശരിയായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബദൽ വിദ്യാഭ്യാസമാണെന്ന് ഞങ്ങൾ പറയില്ല. ഇതിന് വേണ്ടിയിട്ട് എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും, അതുപോലെ സാധാരണക്കാരായ മുഴുവൻ മക്കൾക്കും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് തന്നെയാണ്. അതിന് നല്ല തലച്ചോറുള്ള ആളുകളാണ് കൂടിയിരിക്കേണ്ടത്. അല്ലാണ്ട് നാക്കിൻ്റെ നീളം നോക്കിയിട്ടോ തൊലിയുടെ കട്ടി നോക്കിയിട്ടോ ഒന്നുമല്ല ഈ കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. നല്ല പോലെ ഭാവിയിൽ എന്തായിരിക്കും ഈ തരത്തിൽ പോയാൽ എന്ന് ചിന്തിക്കാൻ ശേഷിയുള്ള ക്രാന്തദർശികളായ ആളുകളെ വിളിച്ചിരുത്തിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. അതൊന്നും നടക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇനി മുൻപത്തെ അധ്യാപക ജീവിതം അപേക്ഷിച്ച് ഇപ്പോഴത്തെ നേട്ടം, ചോദ്യം എത്ര അതാണെന്ന് അറിയില്ല. അതിനകത്ത് അധ്യാപക ജീവിതം അപേക്ഷിച്ച് ഇപ്പോഴത്തെ നേട്ടം, സാമ്പത്തികമല്ലാത്ത ചില നേട്ടങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. സർക്കാർ സർവീസിലായിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം സ്വാതന്ത്ര്യമുണ്ട്. ചിന്താ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയത്. ഒരു കാലത്ത് നമ്മൾ സർക്കാർ സർവീസിലിരിക്കുന്ന സമയത്ത് ദ റിസൾട്ട് ഈസ് നോട്ട് ഓഫ് യുവർ കൺസേൺ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കത്ത് തന്നത് അന്നിരുന്ന ഒരു AO. ദ റിസൾട്ട് ഈസ് നോട്ട് ഓഫ് യുവർ കൺസേൺ. അപ്പം നമ്മൾ അന്നും ഇന്നും നമുക്ക് അതിന് ഉത്തരവില്ല. കാരണം ആരുടെ കൺസേണിലാണ് ഈ റിസൾട്ട് വരേണ്ടത്? ഞങ്ങൾക്കാണ്, കുട്ടികളുമായിട്ട് നേരെ ബന്ധമുള്ളത് ഞങ്ങൾക്കാണ്. അല്ലാതെ ഇരിക്കുന്ന AOയ്ക്കോ DDക്കോ അങ്ങനെയുള്ളവർക്കല്ല, മന്ത്രിക്ക് പോലും അല്ല. അവരവരെ കാണുന്നതില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അധ്യാപകർ വിദ്യാർത്ഥികളെ കാണുന്നുണ്ട്.
ഈ വിദ്യാർത്ഥികളെന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രദേശത്തിരിക്കുന്നതായ സ്കൂളിൻ്റെ ആ ചുറ്റുപാടുമുള്ള മുഴുവൻ ആളുകളുടെയും കുട്ടികളാണ് അവിടെ വരുന്നത്. എന്ന് പറഞ്ഞാൽ ആ പ്രദേശം അവിടെ വരുന്നു എന്നാണ്. അവർ ആ പ്രദേശത്തെ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്നത് അവരുടെ പ്രതിനിധികളാണ്. ഓരോ വീട്ടിൽ നിന്നും ഓരോ പ്രതിനിധിയാണ് നമ്മുടെ സ്കൂളിലേക്ക് എത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പണി ചെയ്യുമ്പോൾ അവർ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്, അവരെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, അവർക്ക് വേണ്ട ആവശ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയുള്ള അധ്യാപകരോട് പറയുകയാണ്, ഇത് നിങ്ങൾ ആ ഫലമൊന്നും നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട സംഗതിയല്ല, നിങ്ങളതങ്ങ് പണി ചെയ്തുകൊണ്ടാൽ മതി എന്ന് പറയുമ്പോൾ ഒരു രാജാവ് ജനങ്ങളോട് അല്ലെങ്കിൽ ഭൃത്യരോട് അല്ലെങ്കിൽ പ്രജകളോട് സംസാരിക്കുന്നത് പോലെ ആയിപ്പോൾ. ആ ഒരു ചോദ്യം, അധ്യാപക ജീവിതം എന്ന് പറഞ്ഞത് സാമ്പത്തിക നേട്ടം ആയിട്ട് ബന്ധപ്പെടുത്തരുത് എന്ന ആഗ്രഹമുണ്ട്. സാമ്പത്തികം വേണം, പക്ഷേ അതിനുവേണ്ടി ആകരുത് അധ്യാപകരെങ്കിലും മേഖലയിലാണെങ്കിലും അങ്ങനെ ആകുന്നത് നമ്മൾ ആ ഒരു മേഖലയോട് ചെയ്യുന്നതായ തെറ്റാണ്. പ്രധാനമായിട്ട് കണക്ക് നമ്മൾ കൂട്ടേണ്ടത് എന്താണ് ജനങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതായ ചുമതല, ആ ചുമതല വൃത്തിയായിട്ട് ചെയ്യുക. അതിനുശേഷമാണ് സാമ്പത്തിക നേട്ടത്തെ പറ്റി ആലോചിക്കേണ്ടത്. ജനസേവകർ എന്നാണ് നമ്മളെ പറ്റി പറയുന്നത്, സർവീസ് എന്നാണ്. നമ്മളുടെ ജോലി സർവീസാണ്. ഇപ്പോൾ അധ്യാപകൻ ആയിട്ട് ജോലി കിട്ടുമ്പോൾ നമ്മൾ ആ സർവീസ്, ഗവൺമെൻറ് സർവീസിൽ ഗവൺമെൻറ് ജോലിക്കാരൻ ആളുകളുടെ ജോലി, ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത ജോലിയാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ജോലി ചെയ്യുന്നു, ശരി, അതിനുള്ള ന്യായമായ കൂലിയും വാങ്ങുന്നു, അതൊരു ശരിയാണ്. പക്ഷേ സർക്കാരിൻ്റെ ജോലിയല്ല, സർക്കാരിന് ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് കാശ് തന്നിട്ട് സർക്കാർ നമ്മളെ കൂലിക്ക് അവിടെ വെച്ചിരിക്കുന്നു. അപ്പൊ മൊത്തം സമൂഹത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്നതായ പൈസ, പച്ചക്ക് പറഞ്ഞാൽ അങ്ങനെയാണ്, മൊത്തം ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നതായ പൈസ സർക്കാരിന്റെ ഖജനാവിൽ നിക്ഷേപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട തൊഴിലുകൾക്ക് പ്രത്യേക ആളുകളെ തിരഞ്ഞെടുക്കുന്നു. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് അധ്യാപകർ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ സാമ്പത്തിക നേട്ടം എന്ന് പറയുന്നത് നമ്മുടെയും പൈസ ആ കൂട്ടത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഉത്തരവാദിത്വം നമുക്ക് സമൂഹത്തിനുണ്ട്. ആ രീതിയിലാണ് എല്ലാ തൊഴിലിനെയും കാണേണ്ടത്. ജോലിയിലായിരുന്ന സമയത്തും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഒക്കെയുള്ള നേട്ടം എന്നുള്ള ആ ഒരു വാക്കിൽ നിന്നാണ് ഇത് വരുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് നേട്ടം ഉണ്ടാകേണ്ടത് സാമ്പത്തിക നേട്ടമല്ല. ഇനി അങ്ങനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ സാംസ്കാരിക നേട്ടം, ബൗദ്ധിക നേട്ടം എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ശരി.